Welcome to your online banking guru, Inside JIB. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ്. ബേസിക്കലായിട്ട് ഇപ്പോൾ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആയിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. അത് ഗ്ലോബലൈസേഷന് മുമ്പുണ്ടായിരുന്ന ഒരു ആക്ട് ആയിരുന്നു. അന്നത്തെ സാഹചര്യങ്ങളും കണ്ടീഷനും വെച്ചുകൊണ്ട് കൺസ്യൂമറെ അല്ലെങ്കിൽ കസ്റ്റമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്ട്. പക്ഷെ ലിബറലൈസേഷന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഹാസ് ഗ്രോൺ വിത്ത് ആൻ അൺപ്രസിഡന്റഡ് പേസ്. അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള പേസിൽ ഇന്ത്യൻ മാർക്കറ്റ് വികസിച്ചു. The act was amended several times in view of changes in the ecosystem arising from liberalization, globalization of economy and digitalization of e-commerce. എക്കോസിസ്റ്റത്തിന് തന്നെ നല്ല മാറ്റം ഉണ്ടായി. ലിബറലൈസേഷന്, എക്കണോമിയുടെ ഗ്ലോബലൈസേഷന്, പിന്നെ ഈ കൊമേഴ്സിലെ ഡിജിറ്റലൈസേഷൻ ഇതുകൊണ്ട്. ദ എമർജൻസ് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്, റൈസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് റാപ്പിഡ് ഡെവലപ്മെന്റ് ഓഫ് ഇ-കൊമേഴ്സ് led to new delivery systems for goods and services and have provided new opportunities for consumers. അതായത് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് വന്നത്, പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് കൂടിയത്, ഇ കൊമേഴ്സ് രംഗത്തുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ച, ഇതെല്ലാം കൂടെ പുതിയ ഡെലിവറി സിസ്റ്റത്തിനും ഗുഡ്സ് ആൻഡ് സർവീസസിനും പുതിയ രീതിയിലുള്ള ആക്ഷൻസ് വേണ്ട ഒരു നടപടിയിലേക്ക് എത്തുകയുണ്ടായി. ആൻഡ് ഹാവ് പ്രൊവൈഡഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചുള്ള പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. ഇത് അതേ സമയത്ത് തന്നെ റെൻഡേഡ് ദ കൺസ്യൂമർ വൾണറബിൾ ടു ന്യൂ ഫോംസ് ഓഫ് അൺഫെയർ ട്രേഡ് ആൻഡ് അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്. ഇത് വെച്ചുകൊണ്ട് തന്നെ ഇത്രയും ഡെവലപ്മെന്റ്സ് വന്നപ്പോഴത്തേക്ക് അൺഫെയർ ആയിട്ടുള്ള ട്രേഡും അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസസും ഒരുപാട് വളർന്നു. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആയിട്ട് അമെൻഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഡിഫൈൻസ് സ്പെസിഫിക്കലി കൺസ്യൂമർ റൈറ്റ്. കൺസ്യൂമറുടെ റൈറ്റ്, ഒരു അവകാശം എന്താണെന്നുള്ളത് ഇത് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അൺഫെയർ കോൺട്രാക്ട് എന്താണെന്നുള്ളത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റിയും അതിന്റെ ആക്ഷനും ആർക്കൊക്കെ ആണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫൈൻസ് ഡിസൈൻ ആൻഡ് ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. ഡിസൈനും അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്ട്സും ഇതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇ കൊമേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ ഇ കൊമേഴ്സും ഇലക്ട്രോണിക് സർവീസ് പ്രൊവൈഡറെയും ആഡ് ചെയ്തിട്ടുണ്ട്. അഡ്വർടൈസിങ്ങും എൻഡോഴ്സ്മെന്റും, അഡ്വർടൈസ് ചെയ്യുന്നതും അത് എൻഡോഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആഡ്സ് ദ എക്സ്പ്രസ് വാറന്റി പാരാമീറ്റർ. പിന്നെ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറർ, പ്രോഡക്റ്റ് സെല്ലർ, പ്രോഡക്റ്റ് സർവീസ് പ്രൊവൈഡർ. ഇവരെ ഇത് പ്രത്യേകം ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള ലാബ്സ് ആണ് അല്ലെങ്കിൽ കുറ്റമാണെന്നുള്ളത് കണ്ടിട്ട് അതനുസരിച്ച് പണി ചെയ്യാനുള്ളത്. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ട് നോട്ട് ഓവർ റൈഡിങ് ചെയ്യുന്നില്ല, മറ്റൊരു ലോയെയും ഓവർ റൈഡ് ചെയ്യുന്നില്ല. ഇത് എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. പഴയതുപോലെ തന്നെ 1986 ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഇത് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്. കൺസ്യൂമറുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത്, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ഓൾ ദോ സർക്കംസ്റ്റാൻസസ് വിച്ച് ആർ പ്രിജുഡീഷ്യൽ ടു ദ കൺസ്യൂമേഴ്സ് റൈറ്റ്. ഒരു കൺസ്യൂമറുടെ അവകാശത്തിന് പ്രിജുഡീസ് ആയിട്ടുള്ള എല്ലാ സർക്കംസ്റ്റാൻസസും ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൂ ഈസ് എ കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ എന്ന് തന്നെ അല്ല, അതിനും പല നിർവചനങ്ങളുണ്ട്. ഹൂ പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷന് വേണ്ടി ഒരു സാധനമോ സർവീസോ വാങ്ങിക്കുന്ന ഒരാളിനെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അത് ഫോർ ദെയർ ഓൺ പേഴ്സണൽ യൂസ് ആൻഡ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് ഓർ റീസെയിൽ ഓർ കൊമേഴ്സ്യൽ പർപ്പസ്. അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് വാങ്ങിക്കുന്ന അവരെ മാത്രമേ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ല ഇത് എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയോ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നില്ല. ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓഫ്ലൈനും ഓൺലൈനും ട്രാൻസാക്ഷൻസ്. പണ്ട് ഓഫ്ലൈൻ മാത്രമേ ഉള്ളായിരുന്നു, പിന്നീടാണ് ഓൺലൈനും ഇതിന്റെ കൂടെ ആഡ് ചെയ്തത്.
ത്രൂ ഇലക്ട്രോണിക് മീൻസ് ഓർ ഡയറക്ട് സെല്ലിംഗ് ഓർ ടെലിഷോപ്പിംഗ് ഓർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. MLM കൂടെയോ അല്ലെങ്കിൽ ടെലിഷോപ്പിംഗിൽ കൂടെയോ ഡയറക്റ്റ് സെല്ലിംഗിൽ കൂടെയോ ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻസും പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് മാൻഡറ്ററി ഫോർ എവരി ഇ-കൊമേഴ്സ് എൻറ്റിറ്റി ടു ഡിസ്പ്ലേ ദ കൺട്രി ഓഫ് ഒറിജിൻ. ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് കൺട്രിയിലാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് മാൻഡറ്ററി ആക്കിയിട്ടുണ്ട്. ഈ കൺസ്യൂമർ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ആയി കിട്ടാനുള്ള ഒരു അവകാശം എഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ് ഓർ സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ്, സർവീസസ് അത് മനുഷ്യ ജീവിതത്തിന് ഉപദ്രവകരമായിട്ടുള്ള രീതിയിൽ വരുന്ന അതിൽ നിന്നുള്ള റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ് ഓർ സർവീസസ് സോ ആസ് ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമർ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. എന്തെങ്കിലും നല്ലതല്ലാത്ത ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ഈ കസ്റ്റമർക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട്. ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, ക്വാണ്ടിറ്റിയെ കുറിച്ച്, പൊട്ടൻസിയെ കുറിച്ച്, പ്യൂരിറ്റിയെ കുറിച്ച്, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അടുത്തത് റൈറ്റ് ടു ബി അഷ്യൂർഡ് വേർ എവർ പോസിബിൾ ആക്സസ് ടു എ വെറൈറ്റി ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ് ഓർ സർവീസസ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ്. കോമ്പറ്റേറ്റീവ് പ്രൈസിൽ എവിടെ നമുക്കിത് കിട്ടുമോ അവിടെ ഇതിന്റെ ഗുഡ്സും അല്ലെങ്കിൽ പ്രോഡക്ട്സും സർവീസും അവൈൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. ദ റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് ടു ബി അഷ്യൂർഡ്. കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് വിൽ റിസീവ് ഡ്യൂ കൺസിഡറേഷൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറ. കൺസ്യൂമറുടെ താല്പര്യങ്ങൾ ആരും കേൾക്കാതിരിക്കരുത്. അതിന്റെ ശരിയായിട്ടുള്ള ഏത് ഫോറമാണോ ആ ഫോറത്തിൽ കേൾക്കാനുള്ള അതാണ് ദ റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് ടു ബി അഷ്യൂർഡ്. അവരുടെ അവകാശം സ്ഥാപിച്ച് കിട്ടാനുള്ള ഒരു റൈറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ദ റൈറ്റ് ടു സീക്ക് റീഡ്രസൽ അഗൈൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ അൺസ്ക്രൂപ്പുലസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ശരിയല്ലാത്ത ട്രേഡ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റീഡ്രസൽ മെക്കാനിസവും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് വരുന്ന റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ്. കൺസ്യൂമർക്ക് ഇതിന്റെ അവയർനെസ്സിനെ കുറിച്ച് അറിയാനുള്ള റൈറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് കൺസ്യൂമർ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അനുസരിച്ചുള്ള വേരിയസ് ഫോറം, ഒരുപാട് ഫോറങ്ങളുണ്ട്, 3-4 തരത്തിലുള്ള ഫോറങ്ങളുണ്ട്. അപ്പൊ ഇതൊരു ഫ്രെയിം വർക്കാണ്. നാഷണൽ ലെവലില്, സ്റ്റേറ്റ് ലെവലില്, ഡിസ്ട്രിക്ട് ലെവലില് ഇങ്ങനെ കുറെ ഫോറങ്ങളുണ്ട്. ആ ഓരോരോ ഫോറം ഓരോ രീതിയിലുള്ള ഓരോ ടൈപ്പിലുള്ള ഫോറംസ് ഉണ്ട്. അതിനെക്കുറിച്ചുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ആണ്. ഇത് 3 ലെവലാണുള്ളത്. ഒന്ന് സെൻട്രൽ കൗൺസിലുണ്ട്, സ്റ്റേറ്റ് കൗൺസിലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ഓൺ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ ദ ആക്ട്. ഇവര് പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ ഈ ആക്ടിന്റെ കീഴിലുള്ള കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് അവർ പ്രൊമോട്ട് ചെയ്യുകയും അവർ പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. രണ്ടാമത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ്. ഇറ്റ് ഈസ് ആൻ അതോറിറ്റി ടു റെഗുലേറ്റ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഒന്ന് പ്രൊമോഷനും പ്രൊട്ടക്ഷനും വേണ്ടി കൺസ്യൂമർ റൈറ്റിന് വേണ്ടിയുള്ള ഒരെണ്ണം. രണ്ടാമത്തത് ഒരു അതോറിറ്റി ഇത് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ കൊണ്ടുവരണം, അത് എവിടെ തീർക്കണം, അതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മിറ്റി. ഇത് നേരത്തെ കൺസ്യൂമർ ഫോറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, പിന്നീടാണ് ഇതിന്റെ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് 3 ലെവലിലാണുള്ളത്, സെൻട്രൽ, ദ സ്റ്റേറ്റ് ആൻഡ് ദ ഡിസ്ട്രിക്ട് ലെവൽ. ദീസ് ഹാൻഡിൽ ദ കൺസ്യൂമർ കംപ്ലൈൻറ്റ്സ് ഫയൽഡ് അണ്ടർ ദ ആക്ട്. ഈ ആക്ടിന്റെ കീഴിൽ ഫയൽ ചെയ്തിട്ടുള്ള കൺസ്യൂമർ കംപ്ലൈന്റ് എല്ലാം ഡീൽ ചെയ്യുന്നത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷനാണ്. പിന്നെ ഇത് കൂടാതെ കൺസ്യൂമർ മീഡിയേഷൻ സെല്ലുണ്ട്. ഇത് ഓരോ റീഡ്രസൽ കമ്മീഷനുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ റീജിയൽ ബെഞ്ചുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ദീസ് സെൽസ് ട്രൈ ടു ഗെറ്റ് ദ ഡിസ്പ്യൂട്ട് സെറ്റിൽ ത്രൂ മീഡിയേഷൻ. ഇതൊരു മീഡിയേഷൻ വഴി, കേസിന് പോകാതെ ഒരു മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ബേസിക്കലായിട്ട് ഈ ഫ്രെയിംവർക്കിൽ പ്രധാനമായിട്ടും ഉള്ളത് 3 എണ്ണമാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ. അതിന്റെ ഒരു പാർട്ടായിട്ടാണ് കൺസ്യൂമർ മീഡിയേഷൻ സെല്ലും വരുന്നത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, കൗൺസിൽസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അത് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. ഡു നോട്ട് ഡീൽ വിത്ത് ദ കൺസ്യൂമർ കംപ്ലൈന്റ്സ് അറ്റ് ഇനിഷ്യൽ ഓർ അപ്പലേറ്റ് ലെവൽ.
ഇനിഷ്യൽ ലെവലിലോ അല്ലെങ്കിൽ അപ്പലേറ്റ് ലെവലിലോ ഇവര് കൺസ്യൂമർ കംപ്ലൈന്റുമായിട്ട് ഡീൽ ചെയ്യുന്നില്ല. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദേ സ്പ്രെഡ് അവയർനെസ് ബൈ എഡ്യൂക്കേഷൻ വഴിയായിട്ട് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൺസ്യൂമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഉദ്ദേശങ്ങൾ. അപ്പൊ ഇതിനും ഈ പറഞ്ഞ പോലെ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സെൻട്രൽ കൗൺസിൽ, പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ, പിന്നെ ഡിസ്ട്രിക്ട് കൗൺസിൽ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിൽ മാക്സിമം 36 പേരുണ്ടാകാം, വിത്ത് സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആസ് മെമ്പർ സെക്രട്ടറി ആൻഡ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ചെയർപേഴ്സൺ. അപ്പൊ ചെയർപേഴ്സണും സെക്രട്ടറി ആയിട്ട് വരുന്നവർ സെൻട്രൽ ലെവലിൽ നിന്ന് തന്നെയുള്ളവരാണ്. ഇതിൽ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 36 മെമ്പേഴ്സ്. ഇനി സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇതിന്റെ കീഴിൽ ഒഫീഷ്യലും നോൺ ഒഫീഷ്യലും ആയിട്ട് മാക്സിമം 10 പേരെ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ കൺസ്യൂമർ അഫയേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ദ ചെയർപേഴ്സൺ. ഇതിന്റെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ കൺസ്യൂമർ അഫയേഴ്സ് ആണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. സെൻട്രൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറി മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ കൺസ്യൂമർ അഫയേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ഉള്ളത് ചെയർപേഴ്സണും, സ്റ്റേറ്റ് ലെവലിൽ കൺസ്യൂമർ അഫയേഴ്സിന്റെ മിനിസ്റ്റർ ഇൻ ചാർജ് ചെയർപേഴ്സണുമാണ്. ഇറ്റ് മീൻസ് അസ് ആൻഡ് വെൻ നെസറി, ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് മീറ്റ് ചെയ്യും. പക്ഷേ മിനിമം ഒരു 2 മീറ്റിംഗ് ഒരു വർഷം ഉണ്ടായിരിക്കണമെന്നുണ്ട്. ഇനി ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഡിസ്ട്രിക്ട് കൗൺസിൽ, ഇതും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ചെയർ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതും ആവശ്യത്തിനനുസരിച്ച് മീറ്റ് ചെയ്യണം. ഒരു വർഷത്തിൽ 2 വട്ടമെങ്കിലും മിനിമം ചെയ്തിരിക്കണം. പിന്നെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. സെൻട്രൽ അതോറിറ്റി ഇത് ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഇത് പ്രൊമോട്ട്സ്, പ്രൊട്ടക്ട്സ് ആൻഡ് എൻഫോഴ്സസ് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക. പിന്നെ ഇത് റെഗുലേറ്റ്സ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ്. മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, ഇത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സ്ഥാപിത ലക്ഷ്യം. ദ സെൻട്രൽ അതോറിറ്റി കൺസിസ്റ്റ് ഓഫ് എ ചീഫ് കമ്മീഷണർ ആൻഡ് സച്ച് നമ്പർ ഓഫ് അതർ കമ്മീഷണേഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്. എത്രയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറ്റ് കമ്മീഷണറുണ്ട്. മെയിനായിട്ട് ഒരു ചീഫ് കമ്മീഷണറുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഇറ്റ് ഷാൽ ഹാവ് റീജിയണൽ ആൻഡ് അതർ ഓഫീസസ് ഇൻ എനി അതർ പ്ലേസ് ഇൻ ഇന്ത്യ. ഇതിന് റീജിയണൽ ഓഫീസും ഉണ്ട്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടു പ്രൊമോട്ട്, പ്രൊട്ടക്ട് ആൻഡ് എൻഫോഴ്സ് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആസ് എ ക്ലാസ്. രണ്ടാമത്തത് പ്രിവെന്റ് വയലേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് അണ്ടർ ദ ആക്ട്. മൂന്നാമത്തത് പ്രിവെന്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നാലാമത്തത് എൻഷുർ നോ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഈസ് മെയ്ഡ്. അഞ്ചാമത്തത് എൻഷുർ നോ പേഴ്സൺ പബ്ലിഷസ് ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. അപ്പം ട്രേഡ് പ്രാക്ടീസിന്റെ ബേസിലുണ്ട്, അഡ്വർടൈസ്മെന്റിന്റെ ബേസിലുണ്ട്, പിന്നെ കൺസ്യൂമർ റൈറ്റ് എന്താണോ അതിന്റെ ബേസിൽ. ഇത്രയാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫങ്ഷൻ. ഇനി ഇതിന്റെ പവേഴ്സ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഒന്ന്, പവർ ടു കണ്ടക്ട് എൻക്വയറി കണ്ടക്ട് ചെയ്യാനുള്ള പവറാണ്. അതായത് എബൌട്ട് വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റിനെ കുറിച്ചുള്ള കൺസ്യൂമർ റൈറ്റിന്റെ വയലേഷൻ, അല്ലെങ്കിൽ എനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഓർ എനി ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞാൽ പവർ ടു ഓർഡർ റീകോൾ ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ തിരിച്ചു വിളിക്കാനുള്ള ഒരു പവർ. ഓർഡർ റീകോളിംഗ് ഓഫ് ഗുഡ്സ് ഓർ വിഡ്രോവൽ ഓഫ് സർവീസസ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റീകോൾഡ്. അങ്ങനെ തിരിച്ചു വിളിച്ച സാധനങ്ങളുടെയോ അല്ലെങ്കിൽ സർവീസസിന്റെയോ പ്രൈസ് റീഇംബേഴ്സ് ചെയ്യുക. പിന്നെ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് പ്രാക്ടീസസ് വിച്ച് ആർ അൺഫെയർ, ശരിയല്ലാത്ത പ്രാക്ടീസസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. മൂന്നാമത്തെ പറഞ്ഞാൽ പവർ ടു ഓർഡർ ഡിസ്കണ്ടിന്യൂയിങ് അഡ്വർടൈസ്മെന്റ്. എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിനെ കുറിച്ചുള്ള, ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഗുഡ്സിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുമായിരുന്നു. ഇനി അടുത്തത് അഡ്വർടൈസ്മെന്റിനെ കുറിച്ചുള്ളതാണ്. ഓർഡർ ഫോർ ഡിസ്കണ്ടിന്യൂയിങ് ഓർ മോഡിഫൈയിങ് ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ നിർത്താൻ വേണ്ടി പറയാം, അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറയാം. തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ളതോ ആയ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ. പിന്നെ രണ്ടാമതുള്ളത് ഇതിനെ എഗൈൻസ്റ്റ് ആയിട്ട് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത് പ്രൊഹിബിറ്റ് ദ എൻഡോഴ്സർ ഓഫ് എ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. ഈ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എൻഡോഴ്സ് ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുക. നാലാമത്തെ പറഞ്ഞാൽ പവർ ഓഫ് സെർച്ച് ആൻഡ് സീഷ്യർ. സെർച്ച് ചെയ്ത് സീസ് ചെയ്യാനുള്ള ഒരു പവറും, അത് ഡോക്യുമെന്റ് ആണെങ്കിലും റെക്കോർഡ് ആണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും സെർച്ച് ചെയ്ത് സീസ് ചെയ്യാനുള്ള ഒരു പവറും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി.
ഇനി ഇതിന്റെ അപ്പീൽ കേസാണ്. അപ്പീൽ ക്യാൻ ഫയൽ ആൻ അപ്പീൽ ടു ദ നാഷണൽ കമ്മീഷൻ വിത്തിൻ 30 days. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ തീരുമാനത്തിന് അഗേൻസ്റ്റ് ആയിട്ട് അപ്പീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്മീഷന് 30 ദിവസത്തിനകം 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ്, കിട്ടുന്ന തീയതി മുതൽ 30 ദിവസത്തിനകത്ത് അപ്പീൽ ഫയൽ ചെയ്യാം. പിന്നെ നോൺ കംപ്ലയൻസ് ഓഫ് ഡയറക്ഷൻ ഉള്ള പെനാൽറ്റി, അതായത് ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്ന കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അതിനൊരു പെനാൽറ്റി ഉണ്ട്. ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം അപ് ടു 6 months ഓർ വിത്ത് ഫൈൻ അപ് ടു 20 lakh ഓർ വിത്ത് ബോത്ത്. അപ്പൊ പെനാൽറ്റി എന്ന് പറയുന്നത് 6 മാസം വരെയുള്ള ഇംപ്രിസൺമെന്റ് ഓർ വിത്ത് ഫൈൻ അപ് ടു, അല്ലെങ്കിൽ 20 ലക്ഷം വരെയുള്ള പെനാൽറ്റി, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വരാം. പിന്നെ പെനാൽറ്റി ഫോർ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അതിന്റെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെന്റ് അപ് ടു 2 years ആൻഡ് വിത്ത് ഫൈൻ അപ് ടു 10 lakh ആൻഡ് ഫോർ എവറി സബ്സിക്വന്റ് ഒഫൻസ് വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് വിത്ത് ഫൈൻ അപ് ടു 50 lakh. അതായത് ബേസിക് ആയിട്ട് ഇംപ്രിസൺമെന്റ് അപ് ടു 2 years, 2 കൊല്ലം വരെയുള്ള ഇംപ്രിസൺമെന്റ്, ഒരു ഫൈന് 10 ലക്ഷം രൂപയും. അത് കഴിഞ്ഞുള്ള ഓരോ സബ്സിക്വന്റ് ആയിട്ടുള്ള ഒഫൻസ്, പിന്നെ അതിന്റെ ബേസിൽ തന്നെ സബ്സിക്വന്റ് ആയിട്ട് ഒഫൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് വിത്ത് ഫൈൻ അപ് ടു 250 lakhs, 250 ലക്ഷം വരെ, 2.5 കോടി വരെ. ഇനി അടുത്ത കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ. ഇത് റിസോൾവിംഗ് ദി കൺസ്യൂമർ കംപ്ലൈന്റ്സ്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്. ഇത് 3 ലെവലിലും ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്. ഇത് കൺസ്യൂമർ കംപ്ലൈന്റ് റിസോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഉള്ളതാണ്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷനിൽ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഈ കമ്മീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓർഡിനറി ഫംഗ്ഷൻസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓർ അറ്റ് എനി അതർ നോട്ടിഫൈഡ് പ്ലേസ് ഇൻ ദി ഡിസ്ട്രിക്ട്. സാധാരണയായിട്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിഫൈ ചെയ്തിട്ടുള്ള അതേ ഡിസ്ട്രിക്റ്റിലുള്ള നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്ലേസിലായിരിക്കും. ഇനി ഇതിന്റെ കോമ്പോസിഷൻ, ഒന്ന് പ്രസിഡന്റ്, പിന്നെ ഉള്ളത് നോട്ട് ലെസ് ദാൻ 2 ആൻഡ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, മിനിമം 2 പേര്, അല്ലെങ്കിൽ എത്രയാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിന്റെ അത്രയും. അറ്റ്ലീസ്റ്റ് 1 member ഓർ ദ പ്രസിഡന്റ് മസ്റ്റ് ബി എ വുമൻ. ഒരു മെമ്പർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു സ്ത്രീ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. രണ്ടാമത്തേത് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റേറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോട്ടിഫൈഡ് പ്ലേസ് എവിടെയാണോ അവിടെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് ഉണ്ട്, നോട്ട് ലെസ് ദാൻ 4 ആൻഡ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് നമ്പർ. അപ്പൊ ഇതിൽ മിനിമം 4 പേരാണ്. ഡിസ്ട്രിക്ട് ലെവലിലാണെന്നുണ്ടെങ്കിൽ മിനിമം 2 പേരാണ്. ബാക്കി സ്ട്രക്ചേഴ്സ് എല്ലാം അതുപോലെ തന്നെ. അറ്റ്ലീസ്റ്റ് 1 member ഓർ ദ പ്രസിഡന്റ് മസ്റ്റ് ബി എ വുമൺ. ഒരാളോ അല്ലെങ്കിൽ പ്രസിഡന്റോ സ്ത്രീ ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇനി ഇതിന്റെ അപ്പോയിന്റ്മെന്റ് ആൻഡ് ടെനർ ഓഫ് പ്രസിഡന്റ് ആൻഡ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് കമ്മീഷൻ. ഇതിൽ പ്രസിഡന്റിന്റെയോ മെമ്പറിന്റെയോ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചുള്ള അവരുടെ സമയം, കാലാവധി അങ്ങനെയൊക്കെയുള്ളത്. The president and every member of the state district commission shall hold office for a term of 4 years or up to the age of 65 years. 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ. ഇതിൽ ഏതാണ് മുമ്പേ ഉള്ളത് അതാണ് അവരുടെ കാലാവധി. ഇത് ഇവർക്ക് തന്നെ എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ഫോർ അനദർ ടേം ഓഫ് 4 years സബ്ജക്ട് ടു ദ ഏജ് ലിമിറ്റ് ഓഫ് 65 years. 65 വയസ്സ് എത്തുന്നിടം വരെ, പിന്നെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് റീ അപ്പോയിന്റ്മെന്റിന് എലിജിബിലിറ്റി ഉണ്ട്. ഇത് അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ബേസിസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് കൺസിസ്റ്റിംഗ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓർ എനി ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് നോമിനേറ്റഡ് ബൈ ഹിം. അതായിരിക്കും ചെയർപേഴ്സൺ. ഒന്നിൽ ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതായിരിക്കും ചെയർപേഴ്സൺ. പിന്നെ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് മെമ്പർ ആയിരിക്കും. പിന്നെ നോമിനി ഓഫ് ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് മെമ്പർ ആയിരിക്കും. ഇനി ഇതാണ് സെലക്ഷൻ കമ്മിറ്റി. ഇവരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൂടെയാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ. ഇനി ഇത് നാഷണൽ ലെവലിൽ, നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവലിൽ പറഞ്ഞു. ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അവരുടെ ടെനർ, കാലാവധി പറഞ്ഞു. അവരെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാഷണൽ ലെവലിലുള്ളത്, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സാധാരണ നാഷണൽ ക്യാപിറ്റൽ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിഫൈഡ് ആയിരിക്കും. ഇതിന് റീജിയണൽ ബെഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കും. ഇനി ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, നോട്ട് ലെസ് ദാൻ 4 ആൻഡ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് നമ്പർ. അതായത് സ്റ്റേറ്റിലും സെൻട്രലിലും 4 കുറയാൻ പാടില്ല. പിന്നെ അടുത്തത് അറ്റ്ലീസ്റ്റ് 1 member ഓർ ദ പ്രസിഡന്റ് മസ്റ്റ് ബി എ വുമൺ. ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ പ്രസിഡന്റ്
സ്ത്രീ ആയിരിക്കണം എന്നുണ്ട്. ഇനി കമ്മീഷന്റെ ജൂറിഡിക്ഷൻസ്, ഇത് ജൂറിഡിക്ഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ടിലുള്ള ഗുഡ്സിന്റെയോ അല്ലെങ്കിൽ സർവീസസിന്റെയോ വിലയുടെ ബേസിലാണ് ഇതിന്റെ ജൂറിഡിക്ഷൻ വരുന്നത്. ദ ലൊക്കേഷൻ ഓഫ് എനി ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ്, ദ കംപ്ലൈനന്റ് ഓർ ദ യൂസർ. അപ്പൊ വരുന്നത് വില, ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ കംപ്ലൈനന്റിന്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുടെ ലൊക്കേഷൻ. ഇതായിരിക്കും ജൂറിഡിക്ഷൻ. ഇനി ഡിസ്ട്രിക്ട് കമ്മീഷന്റെ ജൂറിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വേർ ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് പെയ്ഡ് ആസ് കൺസിഡറേഷൻ ഡസ് നോട്ട് എക്സീഡ് 50 ലക്ഷത്തിൽ താഴെയുള്ള, അതായത് 50 ലക്ഷത്തിൽ കൂടാത്തതാണ് ഡിസ്ട്രിക്ട് കമ്മീഷന്റെ ജൂറിഡിക്ഷനിൽ വരുന്നത്. എ കംപ്ലൈന്റ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ ഡിസ്ട്രിക്ട് കമ്മീഷൻ വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിഡിക്ഷൻ ഓപ്പോസിറ്റ് പാർട്ടി ഓർ ഈച്ച് ഓഫ് ദം. ഒന്നുകിൽ ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ അവർ ഒന്നിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരും ഈ കംപ്ലൈന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഓഫീസ് എവിടെയാണോ, ഇത്രയും കാര്യങ്ങൾ അനുസരിച്ച് അതിന്റെ ജൂറിഡിക്ഷൻ വരും. പിന്നെ ഉള്ളത് വേർ ദ കോസ് ഓഫ് ആക്ഷൻ ഹോളി ഓർ ഇൻ പാർട്ട് റൈസസ്. ഈ കോസ് ഓഫ് ആക്ഷൻ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ എവിടെയാണോ അറൈസ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലവും ഇതിന്റെ കീഴിൽ വരാം. പിന്നെ വേറെ കംപ്ലൈനന്റ് റിസൈഡ്സ് ഓർ പേഴ്സണലി വർക്ക്സ് ഫോർ ഗെയിൻ, അല്ലെങ്കിൽ കംപ്ലൈനന്റ് എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിനിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് എവിടെയാണോ വർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന സ്ഥലം. ഇതാണ് ഡിസ്ട്രിക്ട് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൂറിഡിക്ഷൻ. സ്റ്റേറ്റ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഷാൽ ഹാവ് ജൂറിഡിക്ഷൻ ആസ് സ്റ്റേറ്റ് ബിലോ. അത് കംപ്ലൈന്റ്സ് വേർ ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് പെയ്ഡ് ആസ് കൺസിഡറേഷൻ എക്സീഡ് 50 lakh. ഡിസ്ട്രിക്ട് ലെവല് 50 ലക്ഷം വരെയാണ്. അതിന് മേളിൽ വരുന്ന വാല്യൂ കൺസിഡറേഷൻ 50 ലക്ഷത്തിന് മുകളിൽ, പക്ഷെ 2 കോടിയിൽ കൂടുതൽ വരാത്തത് ആണ് സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്. പിന്നെ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് അൺഫെയർ കോൺട്രാക്ട്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പെയ്ഡ് ആസ് കൺസിഡറേഷൻ ഡസ് നോട്ട് എക്സീഡ് 10 crore, 10 കോടിയിൽ കൂടാത്തത് എഗെയിൻസ്റ്റ് അൺഫെയർ കോൺട്രാക്ട്സ്. പിന്നെ അപ്പീൽ അഗൈൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് എനി ഡിസ്ട്രിക്ട് കമ്മീഷൻ വിത്തിൻ ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിനകത്തുള്ള ഡിസ്ട്രിക്ട് കമ്മീഷന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റിന്റെ ജൂറിഡിക്ഷനിൽ വരുന്നത്. ഇനി അപ്പീൽ അഗൈൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് കമ്മീഷൻ. സ്റ്റേറ്റ് കമ്മീഷന്റെയോ ഡിസ്ട്രിക്ട് കമ്മീഷന്റെയോ അപ്പീൽ, ഓർഡേഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള അപ്പീലിനെ കുറിച്ചുള്ളതാണ് പറയുന്നത്. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ അപ്പീൽ അഗൈൻസ്റ്റ് ദ ഓർഡേഴ്സ് ഇഷ്യൂഡ്. ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്തെങ്കിലും എമൗണ്ട് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ 50% ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വേണം അപ്പീൽ കൊടുക്കാൻ. It is required to pay an amount in terms of an order, needs to deposit 50% of that amount. പിന്നെ appeal against the district commission to the state commission within 45 days from the date of the order. ഡിസ്ട്രിക്ട് കമ്മീഷൻ അഗൈൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് കമ്മീഷനിൽ ഒരു അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓർഡറിന്റെ ഡേറ്റ് മുതൽ വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓർ എക്സ്റ്റെൻഡഡ് പീരീഡ് പെർമിറ്റഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും പീരീഡ് എക്സ്റ്റെൻഡഡ് പീരീഡ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ്. No appeal is permitted against an order passed pursuant settlement by mediation. Mediation cells ഉണ്ട്. ഈ മീഡിയേഷൻ വഴി സെറ്റിൽ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ട് അപ്പീൽ സ്റ്റാൻഡിങ് ആവുകയില്ല. പിന്നെ അപ്പീൽ ടു നാഷണൽ കമ്മീഷൻ അഗേൻസ്റ്റ് ഓർഡർ ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ. അത് 30 ദിവസത്തിനകത്ത്, അതായത് ഡേറ്റ് ഓഫ് ഓർഡറിൽ നിന്ന് 30 ദിവസത്തിനകത്ത്, അല്ലെങ്കിൽ ഇനി സച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് പെർമിറ്റഡ്. അപ്പം ഡിസ്ട്രിക്ട് കമ്മീഷൻ അഗേൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് കമ്മീഷനിൽ വിത്തിൻ 45 days, നാഷണൽ കമ്മീഷനിലേക്ക്, അതായത് സ്റ്റേറ്റ് കമ്മീഷൻ അഗൈൻസ്റ്റ് ആയിട്ട് നാഷണൽ കമ്മീഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days. അപ്പീൽ ഷുഡ് ബി ഡിസ്പോസ്ഡ് വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അഡ്മിഷൻ. 90 ദിവസത്തിനകത്ത് അപ്പീൽ ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓർ നാഷണൽ കമ്മീഷൻ ഷാൽ റെക്കോർഡ് റീസൺസ് ഇൻ റൈറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്പോസിംഗ്. താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് താമസം എന്നുള്ള കാരണം അവിടെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്തിരിക്കണം. നാഷണൽ കമ്മീഷന്റെ എഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്പീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ വിത്തിൻ 30 days ഫയൽ ചെയ്യാൻ നോക്കും. നേരത്തെ പോലെ തന്നെ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഓർ എക്സ്റ്റെൻഡഡ് ടൈം പെർമിറ്റഡ്. പിന്നെ എവരി ഓർഡർ ഓഫ് എ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഓർ നാഷണൽ കമ്മീഷൻ ഇഫ് നോ അപ്പീൽ ഈസ് മെയ്ഡ് ഷാൽ ബി ഫൈനൽ. അപ്പീൽ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഓർഡർ ഫൈനലായിരിക്കും. ഇനി ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. ദ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, National Commission shall not admit a complaint unless it is filed within 2 years from the date on which the cause of action has arisen. Cause of action arise ചെയ്തിട്ട് 2 വർഷത്തിനകത്ത് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റും സ്വീകരിക്കുന്നതാണ്.
എ കമ്മീഷൻ മേ എന്റർടൈൻ എ കംപ്ലൈന്റ് റെക്കോർഡിംഗ് ഇറ്റ്സ് റീസൺ ഫോർ കൺട്രോളിംഗ് ഡിലേ. അഥവാ ഡിലേ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നോട്ട് ചെയ്തിട്ട് കമ്മീഷന് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ട്. ഇനി മീഡിയേഷൻ സെൽസിന്റെ കാര്യം പറഞ്ഞു, എല്ലാ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയേഷൻ സെൽസ് ഉണ്ടെന്നുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷേഴ്സ് കൺസ്യൂമർ മീഡിയേഷൻ സെൽസ് അറ്റാച്ച് ടു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ. ഈ സ്റ്റേറ്റ് കമ്മീഷനുമായിട്ടോ ഡിസ്ട്രിക്ട് കമ്മീഷനുമായിട്ടോ അറ്റാച്ച് ചെയ്ത് മീഡിയേഷൻ സെൽസ് ഉണ്ട്. ഇനി ഇതിന്റെ കോമ്പോസിഷൻ, നമ്പർ ഓഫ് പേഴ്സൺസ് ആസ് പ്രിസ്ക്രൈബ്ഡ്, അതായത് പറഞ്ഞിരിക്കുന്ന എത്ര പേരാണോ അതിന്റെ അനുസരിച്ചാണ് പിന്നെ കോമ്പോസിഷൻ ഉള്ളത്. ഈച്ച് സെൽ ഷാൽ മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓഫ് എംപാനൽഡ് മീഡിയേറ്റേഴ്സ്. ഓരോ സെല്ലും ഇങ്ങനെയുള്ള മീഡിയേഷൻ സെല്ല് ഓരോന്നും അതിന്റെ ലിസ്റ്റ് ഓഫ് എംപാനൽഡ് മീഡിയേറ്റേഴ്സിന്റെ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എ ലിസ്റ്റ് ഓഫ് കേസസ് ഹാൻഡിൽഡ് ബൈ ദ സെൽ, ഈ സെല്ല് ഹാൻഡിൽ ചെയ്തിട്ടുള്ള കേസസിന്റെ ലിസ്റ്റ്, റെക്കോർഡ് ഓഫ് ദ പ്രൊസീഡിംഗ് ആൻഡ് എനി അതർ ഇൻഫർമേഷൻ സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ക്വാർട്ടർലി റിപ്പോർട്ട്, ഇറ്റ് ഷാൽ സബ്മിറ്റ് എ ക്വാർട്ടർലി റിപ്പോർട്ട് ടു ദ കമ്മീഷൻ ടു വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ്. Empanelment of mediators. National, state and district commission shall prepare a panel of the mediators to be maintained by the consumer mediation cell attached to it on the recommendation of a selection committee consisting of the president and a member of that commission. പ്രസിഡന്റും മെമ്പറും ആ കമ്മീഷനിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു എംപാനൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ഇനി മീഡിയേറ്ററായിട്ട് എംപാനൽ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അല്ലെങ്കിൽ റിട്ടയർഡ് മെമ്പേഴ്സ് ഓഫ് എ കൺസ്യൂമർ കമ്മീഷൻ, അല്ലെങ്കിൽ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജസ്, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജസ് ഓർ അതർ റിട്ടയർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഹയർ ജുഡീഷ്യൽ സർവീസ് ഓഫ് എ സ്റ്റേറ്റ്, റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഹാവിംഗ് എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ 10 years, an advocate with a minimum experience of 10 years at bar, the mediators empaneled with the mediation cell of Supreme Court, High Court, District Court, a person having experience of at least 5 years in the mediation or conciliation, experts or other professionals with at least 15 years experience or retired senior bureaucrats or retired executives. ഒരുപാട് പേരെ എംപാനൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ ആവശ്യത്തിനനുസരിച്ച് എംപാനൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇനി ടെനർ ഓഫ് എംപാനൽമെന്റ്, എംപാനൽമെന്റിന്റെ ടൈം എത്രയാണെന്നുള്ളത്, പീരീഡ് എത്രയാണെന്നുള്ളത്. പാനൽ ഓഫ് മീഡിയേറ്റേഴ്സ് ഈസ് ഫൈൽഡ് ഫോർ 5 years. ഇത് 5 വർഷത്തേക്കാണ് മീഡിയേഷൻ സെല്ലിന്റെ പാനൽ ഓഫ് മീഡിയേറ്റേഴ്സിന് ടെനർ. And the empaneled mediators are eligible for reappointment or re-empanelment for another term. വേറെ ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിലും re-empanel ചെയ്യാനും. ഇനി ഇതിന്റെ പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് ഓർഡർ, അത് സെക്ഷൻ 72 ആണ്. പണിഷ്മെന്റ് ഫോർ ഫെയിലർ ടു കംപ്ലൈ വിത്ത് എനി ഓർഡർ മെയ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഓർ നാഷണൽ കമ്മീഷൻ ഈസ് ഇംപ്രിസൺമെന്റ് ഫോർ മിനിമം 1 month. മിനിമം 1 മാസത്തേക്കുള്ള ഇംപ്രിസൺമെന്റ് ആൻഡ് മാക്സിമം 3 years. മാക്സിമം 3 കൊല്ലം അല്ലെങ്കിൽ മിനിമം 1 കൊല്ലം, ഓർ വിത്ത് ഫൈൻ ഓഫ് മിനിമം ₹25,000 ആൻഡ് അപ് ടു 1 lakh, ഓർ വിത്ത് ബോത്ത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഇംപ്രിസൺമെന്റും ഫൈനും കൂടെ വരാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് മാത്രം വരാം, അല്ലെങ്കിൽ ഫൈൻ മാത്രം വരാം. ദ ആക്ട് ഹാസ് പെർമിറ്റഡ് ഇ ഫയലിംഗ് ഓഫ് കംപ്ലൈന്റ്സ് ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഓഫ് ദ ഫീസ്. ആക്ട് കൂടുതൽ സൗകര്യത്തിന് വേണ്ടി, കൺസ്യൂമേഴ്സിനെ കൂടുതൽ സഹായിക്കാൻ വേണ്ടി ഇ ഫയലിംഗ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാനൊക്കും. പിന്നെ ഓൺലൈൻ ആയിട്ട് ഇതിന്റെ ഫീസ് പേ ചെയ്യാനൊക്കും. പിന്നെ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി വീഡിയോ കോൺഫറൻസിങ് വഴി ഇത് പിന്നെ എക്സാമിനിങ് ദ പാർട്ടീസ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ലയബിലിറ്റി. പ്രോഡക്റ്റ് ലയബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പ്രോഡക്റ്റിന്റെ ലയബിലിറ്റി എന്താണെന്നുള്ള കൺസെപ്റ്റ്. അത് ബ്രിങ്സ് വിത്തിൻ ഇറ്റ് സ്കോപ്പ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചറർ, പ്രോഡക്റ്റ് സർവീസ് പ്രൊവൈഡർ ആൻഡ് പ്രോഡക്റ്റ് സെല്ലർ. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആള്, ആ പ്രോഡക്റ്റ് സർവീസ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ആള്, ഇവരെ എല്ലാം ആരെ വേണമെന്നുണ്ടെങ്കിലും ആർക്കും ഇതിന്റെ ലയബിലിറ്റി ഉണ്ടാകാം ഫോർ എനി ക്ലെയിം ഫോർ കോമ്പൻസേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ എ പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ബൈ എ കംപ്ലൈനന്റ് ഫോർ എനി ഹാം caused by a defective product manufactured by a product manufacturer or serviced by a product service provider or sold by a product seller. അതായത് ഈ ഒരു കോമ്പൻസേഷനുള്ള ക്ലെയിം അണ്ടർ പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ബൈ എ കംപ്ലൈന്റ്, അത് ആരിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും എടുക്കാനൊക്കും. ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്ത ആളായിരുന്നു അയാള്, സർവീസിലെ പ്രശ്നങ്ങളായിരുന്നുണ്ടെങ്കിൽ അത് ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ആ ആള്, അല്ലെങ്കിൽ ഇത് ഈ പ്രോഡക്റ്റ് വിറ്റത് ആരാണോ ആ ആളിൽ നിന്നും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനൊക്കും. ദ ടേം പ്രോഡക്റ്റ് സെല്ലർ ഇൻക്ലൂഡ്സ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആസ് വെൽ. അപ്പം പ്രോഡക്റ്റ് സെല്ലർ എന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് തന്നെ വേണമെന്നില്ല, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനും ഇത് ബാധകമാണ്.
ഇനി സാധാരണ ബാങ്കിങ് സർവീസിന് എഗൻസ്റ്റ് ആയിട്ട് വരാവുന്ന ചില കോമൺ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് സർവീസസ്. ആ സർവീസുള്ള ഡെഫിഷ്യൻസി സാധാരണ ബാങ്ക് സർവീസസിൽ കണ്ടുവരുന്നതിനുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. എനി ഡിലേ ഇൻ റീപേയ്മെന്റ് ഈസ് എ ഡെഫിഷ്യൻസി ഇൻ സർവീസസ്. അതായത് കൃത്യസമയത്ത് റീപേയ്മെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സർവീസുള്ള ഡെഫിഷ്യൻസിയാണ്. ബാങ്ക് ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ഇൻട്രസ്റ്റ് ലോസ് ആൻഡ് ഫോർ എനി കോൺസിക്വൻഷ്യൽ ലോസസ്. ഇൻട്രസ്റ്റ് നഷ്ടം നികത്തേണ്ടി വരും. പിന്നെ അതിനെ തുടർന്നുണ്ടായ മറ്റ് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. രണ്ടാമത്തെ, റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക്. തെറ്റായിട്ട് ഒരു ചെക്ക് ഡിസോണർ മടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ബാധകമാണ്. കൃത്യമായിട്ടുള്ള റീസൺ, അതാണ് തെറ്റായിട്ടുള്ള ചെക്ക് മടക്കം, റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക്. പിന്നെ റോങ്ഫുൾ ഡിസോണർ ഓഫ് എ ബാങ്ക് ഡ്രാഫ്റ്റ്. ബാങ്ക് ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്യുന്ന റോങ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നോട്ട് ഓണേഴ്സോ, അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് റിട്ടേൺ ചെയ്യാം. പക്ഷെ അത് റോങ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ബാങ്ക് ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ കസ്റ്റമർ ഫോർ മെന്റൽ ആഗണി ആൻഡ് ഇൻകൺവീനിയൻസസ്. പിന്നെ നോൺ ക്രെഡിറ്റ് ഓഫ് ചെക്ക് ടെൻഡേഡ്. ഒരു ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ടെൻഡർ ചെയ്തിരിക്കുന്ന ഒരു ചെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ദ പേയ്മെന്റ് ഓഫ് വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻ, പേയ്മെന്റ് കിട്ടിയിട്ട് അത് കൃത്യസമയത്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ കീഴിൽ വരുന്ന ബാധകമാണ്. മേക്സ് ദ ബാങ്ക് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ഫോർ ദ ഡിലേ. പിന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് ഉണ്ട് എല്ലാ ബാങ്കുകാർക്കും. അവർ മൂലം ഉണ്ടാകുന്ന ഡിഫോൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സർവീസിനുള്ള പ്രശ്നങ്ങൾ. അതായത് ബിസിനസ് കറസ്പോണ്ടന്റ് ഓഫ് ദ ബാങ്ക് കളക്ട്സ് ഡിപ്പോസിറ്റ്സ് ഫ്രം ദ കസ്റ്റമർ ബട്ട് ഡസ് നോട്ട് ഡെപ്പോസിറ്റ് വിത്ത് ദ ബാങ്ക്, റെൻഡേഴ്സ് ദ ബാങ്ക് ലയബിൾ. ബിസിനസ് കറസ്പോണ്ടന്റ് കസ്റ്റമറുടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് കൃത്യസമയത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും ബാങ്ക് ലയബിൾ ആയിരിക്കുന്നതാണ്. പിന്നെ നോൺ ഇഷ്യൂ ഓഫ് റെസിപ്റ്റ് ആൻഡ് നോട്ട് ക്രെഡിറ്റിംഗ് ദ എമൗണ്ട്. ഇത് സാധാരണ കുറച്ച് കേസുകൾ ഇങ്ങനെ വന്നിട്ടുള്ള, ഇതിന് റെസിപ്റ്റ് ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാതിരിക്കുക, പിന്നെ അതിന്റെ എമൗണ്ട് കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്യാതിരിക്കുക, ഇതും അതിൽ ബാധകമാണ്. പിന്നെ നോട്ട് ക്രെഡിറ്റിംഗ് പബ്ലിക് ഇഷ്യൂ സബ്സ്ക്രിപ്ഷൻ ടു ദ ഇഷ്യൂവേഴ്സ്. ഇത് പബ്ലിക് ഇഷ്യൂ ആയിട്ട്, ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, IPO-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കളക്ട് ചെയ്തിട്ട് കൺസേൺഡ് ഇഷ്യൂവറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാതെ വന്നിട്ടുള്ള കേസുകളുണ്ട്, അതും ഇതിൽ ബാധകമാണ്. പിന്നെ മറ്റു രീതിയിലുള്ളത്, അതായത് എക്സ്പോസിംഗ് ബാങ്ക്സ് ടു ആക്ഷൻ അണ്ടർ ദ CPA 2019 എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്നത് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, ലോൺസ് ആൻഡ് അഡ്വാൻസസുമായിട്ട് ബന്ധപ്പെട്ടത്, സെയിൽ ഓഫ് എ തേർഡ് പാർട്ടി പ്രൊഡക്റ്റ്, തേർഡ് പാർട്ടി ബാങ്കിന്റെ അല്ലാത്ത തേർഡ് പാർട്ടി പ്രോഡക്റ്റ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ റെമിറ്റൻസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട്, കാർഡ് പേയ്മെന്റ് സർവീസസ്, പിന്നെ കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, സേഫ് കസ്റ്റഡി സർവീസസ് ആൻഡ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസസിന്റെ ഡെഫിഷ്യൻസിയും ഇതിന്റെ കീഴിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവസാനം നമ്മൾ ബാങ്കിങ് സർവീസിൽ ഉണ്ടാകാവുന്ന പോരായ്മകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. If you feel the contents are relevant, please like, comment, share and subscribe for more videos on banking. ഇത് ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഉദ്ദേശിച്ചിരിക്കുന്നത് JIB ആസ്പിരൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഇതിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് ഒരുപാട് മെച്ചമുള്ള സബ്ജക്ട്സുകളാണ് ഈ പ്ലാറ്റ്ഫോമിൽ കവർ ചെയ്യുന്നത്. ഇത് കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.